നിങ്ങളൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഞാൻ ആത്മാർത്ഥമായി പറയാം. ആദ്യത്തെ കാര്യം, നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഓരോ കുട്ടിയും മനസ്സിൽ വിചാരിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ എനിക്ക് 10ൽ 10 A+ വേണം. അതല്ലേ നമ്മൾ ഓരോരുത്തരും സ്വപ്നം. ആൻഡ് ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും എൻ്റെ മക്കളിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും ഒരു A+ കയ്യിലാക്കിയിട്ടുണ്ടാവും. അതെ, നമ്മുടെ 10 A+കളിൽ ഒരു A+ ആയ IT എക്സാം എഴുതി കഴിഞ്ഞവരായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും. ഈ IT എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരിക്കും പല കുട്ടികൾക്കും ഒരു ബോധം വന്നിട്ടുണ്ടാവുക. ഓ മൈ ഗോഡ്, ഞാൻ എൻ്റെ SLC പബ്ലിക് എക്സാമിൽ ഒരു 1ാമത്തെ പബ്ലിക് എക്സാം എഴുതി, അതിൻ്റെ റെക്കോർഡ് ബുക്ക് വെച്ച് ഒരു ഇൻവിജിലേറ്റർ, എക്സ്റ്റേണൽ ഇൻവിജിലേറ്റർ കണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരിക്കും പല കുട്ടികൾക്കും ബോധം വന്നിട്ടുണ്ടാകും. ഓ മൈ ഗോഡ്, എക്സാം ആയില്ലേ, ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ആ SLC പബ്ലിക് എക്സാം ആയില്ലേ, ഇനി പഠിച്ച A+ കിട്ടുമോ മാഷേ, ഇനിയെങ്കിലും ഒന്ന് നോക്കിയാൽ A+ കിട്ടുമോ മാഷേ. അയ്യോ, അതിൽ മാത്സ് ഉണ്ട്, ഞങ്ങളെല്ലാവരും പേടിക്കുന്ന മാത്സ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. സാർ, ഇനി പഠിച്ചാൽ A+ കിട്ടുമോ? മക്കളെ ഞാൻ പറയട്ടെ, കിട്ടും. ഇനി പഠിച്ചാൽ A+ കിട്ടും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതാണ് ലാസ്റ്റ് ബസ്, ഇതാണ് ലാസ്റ്റ് ടൈം. ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കണ്ടത് അന്ന് മുതൽ നിങ്ങൾ കാണണം, അന്ന് മുതൽ നിങ്ങൾ തുടങ്ങണം, എന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയും, സാർ പ്ലാൻ എന്താ? ഒരു പ്ലാൻ എന്താ? എജുപോർട്ട് നിങ്ങളെ കൂടെ അവസാനത്തെ അംഗത്തിന് നിങ്ങളെ കൂടെ എജുപോർട്ട് ഉണ്ട്. നമ്മളൊരു അവസാനത്തെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. നമ്മുടെ ഫൈനൽ ക്രാഷ് കോഴ്സ് ഒരു ചലഞ്ചോട് കൂടിയാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് February 6-നാണ്. February 6-ന് തുടങ്ങിയിട്ട് March 2-ാം തീയതി SLC എക്സാമിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള ബാച്ച്. തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ 5-ാം തീയതിയാണ് എക്സാം, 4-ാം തീയതി 3-ാം തീയതി നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തോ, ആ ഒരു ഫസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തോ. March 2 വരെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഉണ്ടാവുക. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഇടയിലുള്ള 25 ദിവസം, ഈ 25 ദിവസം എജുപോർട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കുക. 3 chapter 1 day. ആ ഒരു ചലഞ്ച്, ഒരു ദിവസം 3 ചാപ്റ്റർ പഠിക്കണം, ഒരു ദിവസം 3 പാഠം പക്കാ പഠിക്കണം. ഈ 3 പാഠം എജുപോർട്ടിന്റെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഏറ്റവും മിനിമം ഞങ്ങളെ കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ A+ തന്നിരിക്കും, ഉറപ്പ്. സഭച്ചാൽക്കരിക്കും, സർ ഈ 3 പാഠം എന്ന് പറഞ്ഞാൽ വെറുതെ പഠിച്ചാൽ മതിയോ, വെറുതെ വായിച്ചാൽ മതിയോ? പോരാ. അതിനാണ് ഞാൻ ഇനി പറഞ്ഞത്. ഒരു പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കണം. അത് എജുപോർട്ടിന്റെ ആപ്പിൽ തൊട്ടപ്പുറത്തുണ്ട്. നിങ്ങളുടെ കയ്യിന്റെ ഒന്നിതാ ഈ ഒരു ചുറ്റുപാടിൽ, ഈ ഒരു റേഡിയസിൽ, ഈ ഒരു പ്രാന്തപ്രദേശത്ത് എജുപോർട്ടിന്റെ ആപ്പിൽ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാഠം നിങ്ങൾ കാണുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പാഠമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 1 ഷോട്ട് ക്ലാസ് കാണാം. അല്ല സാറേ, എനിക്ക് ആ പാഠം ഒട്ടും അറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ പാഠത്തിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് കാണാം. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പാഠത്തിന്റെ നോട്ടുകൾ ഉണ്ടായിരിക്കും. ആ പാഠത്തിന്റെ നോട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ചാടേണ്ടത് ആ പാഠത്തിന്റെ ലെറ്റസ് ആസസിലേക്കാണ്. പൊന്നുമക്കളെ, ഈ സമയത്ത് പാഠം മാത്രം വായിച്ച് ടെക്സ്റ്റ് ബുക്കിന്റെ ലെറ്റസ് ആസസ് വിലയിരുത്താൻ നോക്കാണ്ട് എക്സാമിന് പോയാൽ പണി കിട്ടും. ലെറ്റസ് ആസസിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ആ പ്രോബ്ലം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമാഷി എനിക്ക് കൂടുതൽ പ്രോബ്ലം വേണം, അഡീഷണൽ പ്രോബ്ലംസ് വേണം. എജുപോർട്ടിന്റെ ആപ്പിൽ തൊട്ടിപ്പുറത്തായിട്ട് അഡീഷണൽ പ്രോബ്ലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രോബ്ലംസിന്റെ ചോദ്യങ്ങളുടെ ഒരു കലവറ തന്നെ എജുപോർട്ടിന്റെ ആപ്പിലുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുന്നു. സാർ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എജുപോർട്ടിന്റെ ആപ്പിൽ 2 എക്സാം നിങ്ങൾ തൊട്ടപ്പുറത്ത് കാത്തിരിക്കും. എക്സാമിന്റെ ഭാഗത്ത് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം, ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ആ പാഠത്തിൽ കോൺഫിഡൻസ് കിട്ടാൻ അത് മതിയടാ. എന്തിനാണ് വേറെ സ്ഥലത്തൊക്കെ പരതി പോകുന്നത്? എല്ലാം നിങ്ങളുടെ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ എജുപോർട്ടിന്റെ ടീച്ചർ ഒരു നമ്പറിൽ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വോയിസ് അയക്കാം, മെസ്സേജ് അയക്കാം, എന്തും ചെയ്യാം. ഇതാണ് എജുപോർട്ടിന്റെ ഡയറക്റ്റ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്. പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും, ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും, സർ അപ്പോഴും ഞങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ അപ്പോഴും ഒരു പേടിയുണ്ട് സാറേ, മാത്സ് ഞങ്ങളുടെ മനസ്സിലൊരു പേടിയാണെന്ന്. എജുപോർട്ടിന്റെ ആലപ്പുഴക്കാരൻ, എജുപോർട്ടിന്റെ മാത്സ് ക്രൂസൈഡർ നമ്മുടെ പ്രിൻസ് സാറ് ഒരു കിഡിലൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ 1 ഷോട്ട് സീരീസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു 1 ഷോട്ട് സീരീസ് നിങ്ങൾ കണ്ടു കഴിയുകയാണെങ്കിൽ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും മാത്സിനോട് ഒരു താല്പര്യം വന്നു പോകും. ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും അവനക്ക് മാത്സിലെ ഓരോ പാഠങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അതിൽ വേറെ തള്ളോ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് ടു ദി പോയിന്റ് നിങ്ങൾ പറഞ്ഞിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ പാഠവും സെറ്റാക്കുന്ന എജുപോർട്ടിന്റെ മാത്സ് ക്രൂസൈഡർ, എജുപോർട്ടിന്റെ പ്രിൻസ് സാറ്, ഞങ്ങളുടെ രാജകുമാരൻ, ഞങ്ങളുടെ പ്രിൻസ് സാറിന്റെ 1 ഷോട്ട് സീരീസ് ഉണ്ട്. ഞങ്ങളത് ആക്ച്വലി 999 rupees സെയിൽ ചെയ്യാൻ വിചാരിച്ച ബാച്ചാണ്. ആ ബാച്ച് കൂടി ഇതിന്റെ കൂടെ കംപ്ലീറ്റ്ലി ഫ്രീ. മക്കളോട് ഞങ്ങൾ പറയാടാ, എജുപോർട്ടിന്റെ അവസാനത്തെ ബാച്ചിലേക്ക് വാ. ഞങ്ങളുടെ അവസാനത്തെ ബാച്ചിന്റെ പേരാണ് SSLC ബൂസ്റ്റർ ക്രാഷ് ബാച്ച്, എൻഡ് ഗെയിം. ഈ ഒരു എൻഡ് ഗെയിമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാത്സ് ക്രൂസൈഡറിന്റെ ക്ലാസ്സും ഇതിനുള്ളിലുണ്ട്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്.
ഉണ്ട്. ഈ ഒരു ബാച്ചിനുള്ള ഫീസ് 1699 രൂപ മാത്രമേ ഉള്ളൂ. 1699. മക്കളെ, ഫുൾ എ പ്ലസിലേക്കുള്ള അവസാനത്തെ ബസ്. ഞാൻ അങ്ങനെ തന്നെ പറയാം, ഫുൾ എ പ്ലസിലേക്കുള്ള അവസാനത്തെ ബസ്. പാരൻസിനെ കൺവിൻസ് ചെയ്തോ, ഇത് ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ചില ആൾക്കാർ പറയും, സർ ഞങ്ങൾ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങൾ ഇന്ന ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്, ഇന്ന ബാച്ചിലർ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്ക് ക്രൂസൈഡർ സാറുടെ ബാച്ച് കിട്ടുമോ, ഞങ്ങൾക്ക് ക്രൂസൈഡർ സാറിന്റെ ക്ലാസ് കിട്ടുമോ? എഡ്യൂപോർട്ടിനെ പറ്റി ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. ഞങ്ങളെ കൂടെ ഒരിക്കൽ കൂടിയാ അവരെ ഞങ്ങൾ അവസാനം വരെ ചേർത്ത് പിടിക്കും. എഡ്യൂപോർട്ടിന്റെ ആപ്പിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അതെല്ലാം എക്സിസ്റ്റിംഗ് എല്ലാ സ്റ്റുഡൻസിനും കൂടിയിരിക്കും. അതുകൊണ്ട് പുതിയ ബാച്ചിൽ അല്ലെങ്കിൽ പഴയ ബാച്ചിലെ മക്കളെ ഇതെല്ലാം നിങ്ങൾക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതിന്റെ മക്കൾ പറയടാ, ഇത്രക്കും ഫീച്ചേഴ്സ് അതിനിടയിൽ 15 തീയതി മുതൽ 21 തീയതി വരെ നമുക്ക് മോഡൽ എക്സാമിന് സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടാവില്ല. ആ സമയത്ത് ബ്രേക്ക് തന്നിട്ടാണ് ഞാൻ പറഞ്ഞത് 3 ഡേ ചാപ്റ്റർ ചലഞ്ച്. കൂടെ കൂടിക്കോ, ഉപകാരം ഉണ്ടാവും. പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച് ഞങ്ങൾ തരും. എടാ, ഈ അവസാനത്തെ സമയത്ത് ഓരോ മെറ്റീരിയൽസിനായി അപ്പുറത്ത് തള്ളുക ഇപ്പുറത്ത് തള്ളുക, ആ ട്യൂഷൻ സെൻ്ററിലോട്ട് ഈ ട്യൂഷൻ സെൻ്ററിലോട്ട്, അയാളെ വിളിക്കുക ഇയാളെ വിളിക്കുക, എന്തിനാടാ? ഒരു വിളിപ്പാടകലെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ഉണ്ട്. കൂടെ കൂടിക്കോ. ഞങ്ങൾ അവസാനത്തെ എൻഡ് ഗെയിം 1699. ഓക്കെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. സീ യു ദർ.